ശ്രുതീസ് ടിപ്സ് ആൻഡ് ടോക്സ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കുമായിട്ടാണ്. നമ്മൾ കുറച്ച് ദിവസമായി ഒരു ഫേസ് പാക്ക് ചെയ്തിട്ട്, അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഇന്നൊരു ഫേസ് പാക്ക് ചെയ്തേക്കാം. എന്നാൽ വേറൊന്നുമല്ല, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു പായ്ക്കാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം വണ്ണം വെച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വേറൊന്നുമല്ല, ഞാൻ വണ്ണം വെച്ചത് എങ്ങനെയെന്നുള്ള കാര്യം ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യാന്ന് വെച്ചു. അപ്പം എന്നോട് 1-2 പേര് ചോദിക്കുകയും ചെയ്തു, ചേച്ചി ഒരു 10 ദിവസത്തെ ഒരു ഇത് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ വണ്ണം വെക്കണമെന്ന് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ചലഞ്ചായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം, ഒരാഴ്ചത്തേക്കുള്ളൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വണ്ണം വെക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സാണ്. അപ്പോൾ അതിൽ മാക്സിമം ഞാൻ ചെയ്ത് കാണിക്കാം. ഇനി അഥവാ അതല്ല എങ്കിൽ ഞാൻ കുറച്ച് ഒക്കെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചൊക്കെ ഞാൻ പറഞ്ഞും തരാം. അപ്പം അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, അവരും വിഷമിക്കേണ്ട, അവർക്കും ഞാൻ ടിപ്സൊക്കെ പറഞ്ഞു തരാം. പക്ഷെ ഇപ്പം ഈ ഒരു ഇതൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്യൂട്ടി ചലഞ്ച് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കമ്മ്യൂണിറ്റി ടാബ് ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെയിറ്റ് ഗെയിൻ്റെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഒരാഴ്ചത്തെ ടിപ്സേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ വന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിനനുസരിച്ചാണ് ഞാനത് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആയുർവേദിക് ഇൻഗ്രീഡിയൻ്റ് ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ലിക്വറൈസ് പൗഡറാണ്. അപ്പോൾ നല്ല എന്താ പറയുക, നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആകുന്നതിനും അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റുന്നതിനും സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യുന്നതിനും വളരെയേറെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലിക്വറൈസ് പൗഡർ, അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയണത്. പിന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോയുടെ ജ്യൂസാണ്. അതായത് ഒരു ടൊമാറ്റോയുടെ പകുതി എടുത്താൽ മതി, അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇപ്പം നമ്മൾ ടൊമാറ്റോയുടെ ജ്യൂസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്നായിട്ട് ജ്യൂസുള്ള ടൊമാറ്റോ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ടൊമാറ്റോയ്ക്ക് ഒട്ടും തന്നെ ജ്യൂസില്ല. ഞാൻ മാക്സിമം അത് സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് ജ്യൂസ് കുറവാണ് കിട്ടിയത്. അല്ലായെങ്കിൽ നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ട് അതങ്ങ് ചേർത്താലും മതിയാകും കേട്ടോ. അതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ടൊമാറ്റോ ഉപയോഗിക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒന്നുകിൽ ഉപ്പുവെള്ളത്തിലൊരു അരമണിക്കൂറെങ്കിലും ഇട്ടതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം ഇപ്പോഴും വെജിറ്റബിൾസിലൊക്കെ വരുന്ന കെമിക്കൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കാണ്. അതായത് ഇപ്പം മിൽക്കൊക്കെ അലർജി ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഹണി ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ഹണി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നോർമൽ സ്കിന്നുകാർക്കും മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഇതിന് റോസ് വാട്ടർ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് DIYയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കിഡിലൻ ഒരു പായ്ക്കാണ്. നമുക്കൊരു 3 ദിവസം മുതൽ 5 ദിവസം വരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമ്മുടെ ഫേസിൽ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഏജിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചുളിവുകളൊക്കെ നന്നായിട്ട് മാറും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പാലെടുക്കുകയാണെങ്കിൽ നമ്മളത് തിളപ്പിക്കാത്ത പാല് വേണം എടുക്കാനായിട്ട്, ആ ഒരു കാര്യവും ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് പുതിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പം അത് എന്താ പറയുക, ചിലർക്കത് ഉൾക്കൊള്ളണം, എന്താ പറയുക, സ്കിന്നത് ചിലർക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരിക്കണം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരിക്കലും ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല.
അപ്പോൾ നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത് എങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക കേട്ടോ. പിന്നെ ഇത് നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിലർ ചെവിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് ഡിഫറൻസ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ കൈയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. അതായത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വിസിബിളായിട്ട് നല്ലൊരു ഗ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഏകദേശം ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം വരാം. ഇപ്പോൾ ഇതാ ഫേസ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതുപോലെ പതിയെ ഒരല്പം വെള്ളം ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു മസാജും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് നേരം നമ്മളിത് മസാജ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇൻക്രീസ് ആകും. അതുവഴി നമുക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആകുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാ ഇതുപോലെ റൗണ്ടായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലോ ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ഒരുപാടങ്ങ് വെളുത്ത് വരും എന്നല്ല പറയണേ. എന്നാൽ നമ്മുടെ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടി ഒരു പടിയോടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ എന്നും ചെയ്യുമ്പോൾ നമ്മളൊരു 3 ദിവസം തൊട്ട് 5 ദിവസം വരെ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തതിന് ശേഷം വരാം. ഇപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് DIYയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. നമ്മളൊരു 3 ദിവസം മുതൽ ഒരു 5 ദിവസം വരെ നമ്മളിത് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ആ സ്കിൻ ടോണിൽ നിന്ന് നന്നായിട്ട് സ്കിൻ ടോൺ ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന ഏജിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഷെയറും നമ്മുടെ ചാനൽ കയറി പോകാനായിട്ട് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.